നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തി ഹൂത്തി വിമതർ. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് അവർ ഇസ്രായേലിലേക്ക് മിസൈൽ അയച്ചത്. ഇതിൻ്റെ സൂചന ലഭിച്ചതിനെ തുടർന്ന് മധ്യ ഇസ്രായേലും ജെറുസലേമിലും എല്ലാം തന്നെ അപായ സൈറനുകൾ മുഴങ്ങിയിരുന്നു. ഇതിന് പിന്നാലെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ അറിയിപ്പ് പുറത്തു വന്നിരുന്നു. തങ്ങൾ ഈ മിസൈലിനെ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം ഉപയോഗിച്ച് തകർത്തതായിട്ടാണ് അവർ ഇപ്പോൾ അവകാശപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തുന്നതിൽ നിന്ന് ഹൂത്തി വിമതർ വിട്ടുനിൽക്കുകയായിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട പങ്കാളിയായ ഇറാനും ഇസ്രായേലുമായി യുദ്ധം നടക്കുന്ന വേളയിൽ 1-2 തവണ ഇസ്രായേലിലേക്ക് വന്ന ചില മിസൈലുകൾ യമനിൽ നിന്നാണ് അയച്ചത് എന്ന് അന്ന് സ്വാഭാവികമായും സംശയമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും അവർ ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ്. 2023 ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ ആക്രമിച്ചതിന് തൊട്ട് പിന്നാലെയാണ് അവർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ചെങ്കടലിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾ ഹൂത്തി വിമതർ ആക്രമിക്കാൻ തുടങ്ങിയത്. പിന്നീട് അങ്ങോട്ട് അവർ പല കപ്പലുകളും പിടിച്ചെടുക്കുകയും അതുപോലെ തകർക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. പിന്നീട് അമേരിക്ക അവരുടെ നാവികസേനയുടെ വലിയ പടക്കപ്പലുകൾ ഈ മേഖലയിൽ വിന്യസിച്ചതിനെ തുടർന്നാണ് ഹൂത്തി വിമതർ ആക്രമണം നിർത്തിവെച്ചിരുന്നത്. അതേസമയം കഴിഞ്ഞ ഞായറാഴ്ച അവർ വീണ്ടും കപ്പലുകൾ ആക്രമിച്ചു തുടങ്ങിയിട്ടുണ്ട്. എറ്റേണിറ്റി സി എന്ന പേരുള്ള ലൈബീരിയൻ പതാക വഹിക്കുന്ന ഒരു കപ്പലിനെയാണ് ഇവർ ആക്രമിച്ചത്. ഈ കപ്പൽ പിന്നീട് മുങ്ങുകയും ചെയ്തു. ഈ കപ്പലിൽ 4 യാത്രക്കാർ മരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെ തന്നെ ഇവർ മറ്റൊരു ഗ്രീക്ക് പതാക വഹിക്കുന്ന കപ്പലിനെയും ആക്രമിച്ചിരുന്നു. ഈ കപ്പലിനെ തോക്കും ഗ്രനേഡുകളുമായിട്ടാണ് ഇവർ നേരിട്ടിരുന്നത്. എന്നാൽ ഈ കപ്പലിലെ ജീവനക്കാർക്ക് ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കപ്പൽ ഉപേക്ഷിച്ച് പിന്നീട് ജീവനക്കാർ കരയിലേക്ക് പോയി. ഇപ്പോൾ അവരെല്ലാവരും തന്നെ സുരക്ഷിതരാണ് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഹൂത്തി വിമതർ വീണ്ടും സജീവമായതോടുകൂടി ഒരുപക്ഷെ അമേരിക്ക വീണ്ടും ആക്രമണം നടത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. കഴിഞ്ഞ തിങ്കളാഴ്ച ഇസ്രായേൽ ഹൂത്തികളുടെ ശക്തി കേന്ദ്രമായ യമനിലേക്ക് അതിശക്തമായ തോതിലുള്ള ഒരു ആക്രമണം നടത്തിയിരുന്നു. 20ഓളം യുദ്ധവിമാനങ്ങളാണ് ഇതിനായി അവർ ഉപയോഗിച്ചിരുന്നത്. ഏതാണ്ട് 3 തുറമുഖങ്ങളും അവരുടെ ഒരു പവർ സ്റ്റേഷനും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലൊക്കെ തന്നെ അവർ ആക്രമണം നടത്തിയിരുന്നു. ഇത് കൂടാതെ 2 വർഷം മുമ്പ് ഹൂത്തി വിമതർ തട്ടിയെടുത്ത ഗാലക്സി ലീഡർ എന്ന കപ്പലിനെയും ഇവർ ആക്രമിച്ചിരുന്നു. ഈ കപ്പലിനെ ആക്രമിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ഈ കപ്പൽ കൈക്കലാക്കിയ ഹൂത്തി വിമതർ ഇതിൽ പുതിയ റഡാർ ഘടിപ്പിച്ചതിന് ശേഷം ഇതുവഴി കടന്നു പോകുന്ന മറ്റ് കപ്പലുകളെ ട്രാക്ക് ചെയ്യാനും അവരെ ആക്രമിക്കാനുമൊക്കെ തുടങ്ങിയതോടുകൂടിയാണ്. ഏതായാലും ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക നേരത്തെ തന്നെ ഇസ്രായേലിനോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഹമാസിൻ്റെ ഹിസ്ബുള്ളയുടെ കാര്യം നോക്കിയാലും മതി, ഹൂത്തികളെ ഞങ്ങൾ നേരിട്ട് കൊള്ളാം എന്ന്. അതുകൊണ്ട് തന്നെ ഹൂത്തികൾക്ക് നേരെ ഒരുപക്ഷെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അതിശക്തമായ തോതിലുള്ള ഒരു ആക്രമണം ഏത് നിമിഷം വേണമെങ്കിലും ഉണ്ടാകാം എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും ഇവർ ഇസ്രായേലിലേക്ക് അയച്ച മിസൈലുകളൊന്നും തന്നെ ഫലം കണ്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇസ്രായേലിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം ഇവയെല്ലാം തന്നെ ഇപ്പോഴും ശക്തമായി തന്നെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്.